കാരിക്കോട് ഒരു മാസത്തിലേറെയായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ഒഴുകി പാഴാകുന്നത്. അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനലിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല എന്നാണ് പരാതി. തൊടുപുഴ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടി വൻതോതിൽ ജലം ചോർന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഓട നിറഞ്ഞ് വലിയ തോട് പോലെയാണ് വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വമിക്കുന്നത്. ഒരു മാസത്തിലേറെ കാലമായി ഇതുപോലെ വെള്ളം ചോർന്ന് പാഴാകുന്നതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. പ്രതിദിനം ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതുപോലെ ചോർന്നൊഴുകുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വേനലായിട്ട് പോലും ചോർച്ചടയ്ക്കുന്നതിന് ആരും തയ്യാറാകുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവഗണന തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്കാണ് ഇക്കാരണത്താൽ ശരിയായ അളവിലും പ്രഷറിലും വെള്ളം കിട്ടാതെ പോകുന്നത്. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി ചെല്ലാൻ ചോർച്ച വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. നഗരത്തിൽ പലയിടത്തും വലുതും ചെറുതുമായ ചോർച്ചകളുണ്ടെങ്കിലും അധികൃതർ ഇവ അടയ്ക്കുന്നതിൽ യാതൊരുവിധ ഗൗരവവും കാണിക്കാറുമില്ല. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.